ഓം ശാന്തി 10/7/2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, ദേഹാഭിമാനം വിട്ട് ദേഹി അഭിമാനി ആകൂ. ദേഹി അഭിമാനികളെ തന്നെയാണ് ഈശ്വരീയ സമ്പ്രദായമെന്ന് പറയുന്നത്. ദേഹാഭിമാനത്തിലിരിക്കുന്നത് എളുപ്പമുള്ള കാര്യമെന്നാണ് നമ്മൾ ആത്മാക്കൾക്ക് തോന്നാറുള്ളത്. എന്നാൽ അത് യാഥാർത്ഥ്യം അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് അങ്ങനെ നാം ചിന്തിക്കുന്നത്. കാരണം അനാദിസ്ഥിതിയിലും നാം ആത്മാവ് ആത്മസ്വരൂപത്തിലായിരുന്നു. ആദിസ്ഥിതിയിൽ, അതായത് സത്യയുഗത്തിലും നമ്മൾ ആത്മാക്കൾ ആത്മാഭിമാനികളായിരുന്നു. പിന്നെ മധ്യത്തിൽ വന്നപ്പോൾ തെറ്റായ വഴിയിലൂടെ പോകാൻ തുടങ്ങിയെങ്കിലും നമ്മളുടെ യഥാർത്ഥ സ്വരൂപത്തിൻ്റെ ഓർമ്മ ചിഹ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടായിരുന്നു. നമ്മളെ ഓർമ്മിപ്പിക്കുന്നതിന് നാം ആത്മാഭിമാനിയായിരുന്നപ്പോൾ എത്ര മൂല്യമേറിയവരായിരുന്നു എന്ന്. അതിനുശേഷം ഈ അവസാന സമയം നമ്മൾ പിന്നെയും ആത്മാഭിമാനി ആകുന്നതിനുള്ള പുരുഷാർത്ഥത്തിലാണ്. അതിനാൽ നമ്മുടെ യഥാർത്ഥ രൂപം, യഥാർത്ഥ സ്വരൂപം എന്നത് ആത്മാഭിമാനി സ്ഥിതിയാണ്. ഈ ആത്മാഭിമാനികളാകുന്ന ആത്മാക്കളുടെ കൂട്ടത്തെയാണ് ഈശ്വരീയ സമ്പ്രദായം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഈശ്വരൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് ആത്മാഭിമാനി ആകുന്നത്. ചോദ്യം: നിങ്ങൾ കുട്ടികൾ നടത്തുന്ന സത്സംഗം മറ്റുള്ള സത്സംഗങ്ങളെക്കാളും വ്യത്യസ്തമാണ്. എങ്ങനെ? ഉത്തരം: ഇത് ഒരേ ഒരു സത്സംഗമാണ്. ഇവിടെ നിങ്ങൾ ആത്മാവിനെക്കുറിച്ചും പരമാത്മാവിനെക്കുറിച്ചുമുള്ള ജ്ഞാനം കേൾക്കുന്നു. ഇവിടെ പഠിത്തമാണ്. എയിം ഒബ്ജക്റ്റും മുന്നിലുണ്ട്. മറ്റ് സത്സംഗങ്ങളിൽ പഠിത്തവുമില്ല, അവർക്കൊരു എയിം ഒബ്ജക്റ്റും ഇല്ല. നമ്മുടെ സത്സംഗമാണ് ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയം. മറ്റുള്ളവരുടെ സത്സംഗങ്ങളുമുണ്ട്. പലതരത്തിലുള്ള സത്സംഗങ്ങളുണ്ട്. പല ധർമ്മത്തിലുള്ളവരും ഉണ്ട്. എന്നാൽ എല്ലാത്തിൽ നിന്നും എന്തുകൊണ്ടാണ് ബ്രഹ്മകുമാരീസ് ഇത്ര വ്യത്യസ്തമായിട്ടുള്ളത്? എന്തുകൊണ്ടെന്നാൽ ഇവിടെ നാം പഠിക്കുന്നതിനാണ് വരുന്നത്. അതിനാൽ മറ്റുള്ള സത്സംഗങ്ങളിൽ എത്ര ആത്മാക്കളുണ്ടോ അത്രയും ഒരുപക്ഷെ ഇവിടെ കണ്ടെന്ന് വരില്ല. കാരണം പഠിക്കുന്നതിനാണ് നാം വരുന്നത്, വെറുതെ കേൾക്കുന്നതിനോ കർണരസത്തിന് വേണ്ടിയോ അല്ല. രണ്ടാമത്തെ കാര്യമാണ്, നമ്മൾ പഠിക്കുന്നതിന് ഇവിടെ ഒരു ലക്ഷ്യവുമുണ്ട്. ഏകദേശം എല്ലാ ദിവസവും ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട് നമ്മുടെ ലക്ഷ്യം എന്താണ് എന്നത്. ലക്ഷ്മി നാരായണനെ പോലെ ആകുക, ദേവി ദേവതകളാകുക, ദൈവി ഗുണങ്ങൾ ധാരണ ചെയ്യുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. എന്നാൽ ഇങ്ങനെ ലക്ഷ്യവും പഠിത്തവും നിറഞ്ഞ മറ്റൊരു സത്സംഗം ഉണ്ടാകില്ല. കാരണം മറ്റെല്ലായിടത്തും കർണരസമാണുള്ളത്. നല്ല നല്ല കാര്യങ്ങൾ കേൾപ്പിക്കുന്നു, കേൾക്കുന്നവരും സന്തോഷത്തോടെ കേൾക്കുന്നു. എന്നാൽ അത് പ്രവൃത്തിയിൽ കൊണ്ടുവന്നേ പറ്റൂ എന്നൊരു കാര്യം അവിടെ ഉണ്ടാകുന്നില്ല. ഇത് തന്നെയാണ് നമ്മുടെ സത്സംഗവും മറ്റെല്ലാ സത്സംഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഒരു ബാബയുടെ സുമതം അനുസരിച്ച് നടന്ന് മനുഷ്യനിൽ നിന്നും ദേവതയാകണം. ഈ മനോഹരമായ സംഗമയുഗത്തിൽ സ്വയത്തെ പുരുഷോത്തമ പവിഴ ബുദ്ധി ആക്കണം. 2. 7 ദിവസത്തെ ഭട്ടിയിലിരുന്ന് പതീത ബുദ്ധിയെ പാവന ബുദ്ധി ആക്കണം. സത്യബാബയിൽ നിന്ന് സത്യനാരായണൻ്റെ സത്യമായ കഥ കേട്ട് നരനിൽ നിന്നും നാരായണൻ ആകണം. ആദ്യ പോയിന്റിൽ ബാബ പറയുന്നു, ഒരു ബാബയുടെ സുമതം അനുസരിച്ച് നടക്കണം. സുമതം എന്നാൽ ശ്രേഷ്ഠമതം, വളരെ നന്മ നിറഞ്ഞ മതം. ഈ മതം, അതായത് അഭിപ്രായം അനുസരിച്ച് നടക്കുന്നതിലൂടെ സാധാരണ മനുഷ്യനിൽ നിന്നും ദേവതയായി തീരുന്നു. ഇത് അതിമനോഹരമായ സംഗമയുഗമാണ്. ഈ സമയം തന്നെയാണ് നാം പുരുഷോത്തമരും പവിഴ ബുദ്ധിയും ആകുന്നത്. പുരുഷോത്തമൻ എന്നാൽ ഉത്തമ മനുഷ്യർ അല്ലെങ്കിൽ പുരുഷർ. പവിഴ ബുദ്ധി എന്നാൽ ശുദ്ധ ബുദ്ധിയാണ്.
രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, 7 ദിവസത്തെ ഭട്ടിയിലിരുന്ന് പതീതത്തിൽ നിന്ന് പവിഴ ബുദ്ധിയായി തീരണം. ഇത് 7 ദിവസത്തെ കോഴ്സിനെ കുറിച്ചും ആണ്. എന്നാൽ 7 ദിവസത്തെ തപസ്സിൻ്റെ ഭട്ടിയായാലും നമ്മുടെ ബുദ്ധി പവിഴമായി തീരുന്നു. ഒന്ന് ജ്ഞാനത്തിൻ്റെ ആധാരത്തിൽ, രണ്ടാമത്തേത് യോഗത്തിൻ്റെ തപസ്സിൻ്റെ ആധാരത്തിൽ. നാം സത്യമായ ബാബയിൽ നിന്ന് സത്യനാരായണൻ്റെ സത്യമായ കഥ കേൾക്കുകയാണ്. സത്യനാരായണൻ എങ്ങനെ സത്യനാരായണനായി എന്നതാണ് സത്യനാരായണൻ്റെ കഥ. ആ കഥ കേട്ടാണ് നമ്മൾ സാധാരണ മനുഷ്യർ നാരായണനായി തീരുന്നത്. വരദാനം: ഓരോ സമ്പത്തും ബാബയുടെ ഡയറക്ഷൻ അനുസരിച്ച് കാര്യത്തിൽ ഉപയോഗിക്കുന്ന ഓണസ്റ്റ്, അതായത് സത്യസന്ധരായി ഭവിക്കട്ടെ. ഓണസ്റ്റ് അർത്ഥം സത്യസന്ധർ എന്ന് അവരെയാണ് പറയുന്നത്. ആരാണോ ബാബയിൽ നിന്ന് പ്രാപ്തമായ സമ്പത്തുകളെ ബാബയുടെ ഡയറക്ഷൻ ഇല്ലാതെ ഒന്നിലും ഉപയോഗിക്കാത്തത്. സമയം, വാണി, കർമ്മം, ശ്വാസം, സങ്കല്പം പരമത്ത് അല്ലെങ്കിൽ സംഘദോഷത്തിൽ വ്യർത്ഥത്തിൻ്റെ വശത്ത് ഉപയോഗിക്കുന്നു. സ്വചിന്തനത്തിന് പകരം പരചിന്തനം ചെയ്യുന്നു. സ്വമാനത്തിന് പകരം ഏതെങ്കിലും തരത്തിലുള്ള അഭിമാനത്തിൽ വരുന്നു. ശ്രീമത്ത് മാറ്റി മന്മത്തിൻ്റെ ആധാരത്തിൽ നടക്കുന്നുവെങ്കിൽ ഓണസ്റ്റ് എന്ന് പറയില്ല. ഇതെല്ലാ സമ്പത്തും വിശ്വമംഗളത്തിനായി ലഭിച്ചിരിക്കുകയാണ്, അതിൽ തന്നെ ഉപയോഗിക്കുക. ഇതാണ് ഓണസ്റ്റ് ആകുക എന്നർത്ഥമാക്കുന്നത്. ബാബയുടെ സത്യസന്ധരായ കുട്ടികൾ എന്നാൽ ബാബയിൽ നിന്ന് പ്രാപ്തമായിട്ടുള്ള സമ്പത്തുകളൊന്നും ബാബയുടെ നിർദ്ദേശമില്ലാതെ, ശ്രീമത്തിൻ്റെ അനുമതി ഇല്ലാതെ ഒരിടത്തും ഉപയോഗിക്കാതിരിക്കുക. അത് സമയമാകട്ടെ, വാക്കുകളാകട്ടെ, കർമ്മമാകട്ടെ, ശ്വാസസങ്കല്പമാകട്ടെ, പരമത്തിൻ്റെ ആധാരത്തിൽ അല്ലെങ്കിൽ സംഘദോഷത്തിൽ വന്ന് വ്യർത്ഥത്തിൽ ഉപയോഗിക്കുക. സ്വചിന്തനത്തിന് പകരം പരചിന്തനം ചെയ്യുക. സ്വമാനത്തിന് പകരം ഏതെങ്കിലും കാര്യത്തിൻ്റെ അഹങ്കാരത്തിൽ വരിക. ശ്രീമത്തിന് പകരം തന്നിഷ്ടത്തിൻ്റെ ആധാരത്തിൽ നടക്കുക. ഇതിനെയൊന്നും സത്യസന്ധം എന്ന് പറയില്ല. വിശ്വമംഗളത്തിനായി ലഭിച്ചിരിക്കുന്ന സമ്പത്താണ്, അത് വിശ്വമംഗളത്തിന് തന്നെ ഉപയോഗിക്കുക. ഇതിനെയാണ് സത്യസന്ധരെന്ന് പറയുന്നത്. സ്ലോഗൻ: ഒപ്പോസിഷൻ മായയോടാണ് ചെയ്യേണ്ടത്, ദൈവിക പരിവാരത്തോടല്ല. മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്: തെറ്റിനെ വെറുക്കണം, തെറ്റ് ചെയ്തയാളെ അല്ല. മായയെയാണ് എതിർക്കേണ്ടത്, ദൈവിക പരിവാരത്തെ അല്ല. മായ ചില സമയം നമ്മളിലൂടെ പ്രകടമാകുന്നു, ചില സമയം മറ്റുള്ളവരിലൂടെയും പ്രകടമാകും. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ മായയെയാണ് എതിർക്കേണ്ടത്, അല്ലാതെ ദൈവിക പരിവാരത്തെ അല്ല. ഇത് നാം നന്നായി ശ്രദ്ധിക്കണം. ഓം ശാന്തി.